ചേലക്കരയിൽ വെള്ളം കയറിയിറങ്ങിയിട്ടും ജനങ്ങളുടെ ദുരിതം ഒഴിഞ്ഞുമാറിയിട്ടില്ല. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ നിന്നും റൈറ്റ് വിഷൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിലെ ചേലക്കര പോലീസ് സ്റ്റേഷൻ മുതൽ തോന്നൂർക്കര വരെയുള്ള പ്രദേശം കണ്ടാൽ പ്രളയമോ ഉരുൾപൊട്ടലോ ഉണ്ടായതിന് സമാനമാണോ എന്ന് തോന്നിപ്പോകും. ഒരുപക്ഷെ ഈ ദൃശ്യങ്ങളും ദുരിതവും അങ്ങനെ തോന്നിപ്പിക്കും. കരകവിഞ്ഞ് വെള്ളം ഇരച്ചെത്തിയപ്പോൾ ചേലക്കര പോലീസ് സ്റ്റേഷൻ വെള്ളത്തിൽ മുങ്ങി. ഗ്രാമപഞ്ചായത്ത് ഓഫീസിലും വെള്ളം കയറി. സമീപത്തെ വീടുകളും കടകളും മലവെള്ളപ്പാച്ചിലിന്റെ കൈവരിയായി. ഒപ്പം ആരാധനാലയങ്ങളും വെള്ളത്തിൽ മുങ്ങി. ജീവോദയ ഹോസ്പിറ്റലിലേക്കും വെള്ളം ഇരച്ചു കയറി. തോന്നൂർക്കര പ്രദേശത്ത് മാധവീയം ആയുർവേദ ചികിത്സാലയത്തിന്റെയും വർക്ക്ഷോപ്പുകളുടെയും മറ്റ് കടകളുടെയും ഉള്ളിലൂടെ വെള്ളം കുത്തിയൊലിച്ചു. സമീപത്തെ വീടുകളിൽ കോൺക്രീറ്റ് പാളികളും മരങ്ങളും മഴവെള്ളപ്പാച്ചിലിൽ പിഴുതെറിഞ്ഞ നിലയിലുമായി. രണ്ടു പ്രളയകാലത്തും ഇല്ലാത്ത വിധം ഇത്രയധികം ദുരിതം വിതയ്ക്കാൻ കാരണം വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി ചേലക്കര പുതുപ്പാലത്തിനടുത്ത് കുന്നുകൂട്ടിയിട്ട മണ്ണുമലയാണെന്ന് പ്രദേശവാസികളും ദുരിതം പേറിയവരും സങ്കടത്തോടെ പരാതിപ്പെടുന്നു. വെള്ളപ്പൊക്കത്തിന്റെ ദുരിതം ഈ റോഡ് പണിയുടെ അപാകതയും പല ദിക്കിലും കാനകൾ കറക്റ്റ് അല്ലാതെയും മണ്ണ് ആ പുതുപ്പാലത്തിന്റെ അവിടെയൊക്കെ മണ്ണ് കണ്ടമാന ഹൈറ്റിൽ നിൽക്കുന്നതാണ്. അതൊന്നും തൂർത്തിട്ടുള്ളതാണ്. അതൊന്നും നീക്കാതെ ഈ ചേലക്കര പഞ്ചായത്തിലത്തെ ഈ ദുരന്തം ഒരു ഉരുൾപൊട്ടലിന് സമാനമായിട്ടാണ് ഇപ്പോൾ എല്ലാ വ്യാപാരികളും അനുഭവിക്കുന്നത്. ഇത് നേരത്തെ തന്നെ വ്യാപാരി വ്യവസായികളും ഇവിടുത്തെ കടക്കാരും നേരത്തെ കൂട്ടി പറഞ്ഞതാണ്. പക്ഷെ യാതൊരു നടപടി എടുക്കാതെ ഇപ്പോൾ ചേലക്കര പഞ്ചായത്തിലത്തെ പൊതുപ്പാലത്തിന്റെ അവിടെയും ചേലക്കോടും ഇതേമാതിരി മണ്ണ് കണ്ടമാനം കുന്നുകൂടി കിടക്കുകയാണ്. എല്ലാ വീട്ടുകാർക്കും എല്ലാവർക്കും വ്യാപാരികൾക്കും എല്ലാവർക്കും ഇതൊരു പാടായിട്ടിരിക്കട്ടെ. 2018 വെള്ളപ്പൊക്കത്തിനാലും കൂടുതൽ വെള്ളമാണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത്. അതെങ്ങനെയാണെങ്കിലും വെള്ളം ഒഴുകി പോകാൻ തടസ്സം സൃഷ്ടിച്ചാണ് ഐക്യക്കാരുടെ പാലമ്പണി കഴിഞ്ഞപ്പോൾ അവിടെ മണ്ണ് കൂട്ടിയിട്ടിരിക്കുകയാണ്. അവിടുന്ന് വെള്ളം അവിടെ പോകാൻ്റെ ആ വെള്ളം തിരിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് വീണ്ടും റിട്ടേൺ വന്നിട്ടാണ് ഇത്രയും വെള്ളപ്പൊക്കം ഇവിടെ ഉണ്ടാകാനുള്ള കാരണം. വെള്ളം ഒഴുകി പോകാനുള്ള സാധ്യത മുഴുവൻ അടഞ്ഞു കിടക്കുകയാണ്. അത് തുറന്നതാണെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് വരില്ല. ഈ പള്ളികളും പോലീസ് സ്റ്റേഷനും പഞ്ചായത്ത് ഓഫീസിലും വെള്ളം കയറാനുള്ള സാധ്യത ഉണ്ടായതാണ്. ഈ ഭാഗങ്ങളിൽ അത്രയധികം വെള്ളം കയറാത്തതാണ്. 18 ഇത്ര വെള്ളം കയറിയിട്ടില്ല. എൻ്റെ വീട്ടിലടക്കം ഈ തവണയാണ് ഇത്രയും വെള്ളം പൊക്കം വന്നത്. അതും നേരം ഉത്സവം സമയത്ത് ഇത് വെള്ളം പോലെ തടസ്സത്തിൽ അടഞ്ഞു കിടക്കുകയാണ്. അത്ര മൺകൂണിയാണ് അവിടെ പുതുപ്പാലത്തിന് സമീപത്തിരിക്കുന്നത്. ആ വെള്ളം അതിലെ പോവുകയായിരുന്നെങ്കിൽ ഈ പോലീസ് സ്റ്റേഷൻ അവിടെ അല്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസിൻ്റെ അവിടെ നമ്മുടെ ഈ റോഡിൽ ഇത്രയും വെള്ളം വന്നിരുന്നില്ല. ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷൻ ന്യൂസ്.